ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സമാധിയുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് കുടുംബത്തിന്റെ ഉപജീവന മാർഗമല്ല ഇതെന്നും കുടുംബം പ്രതികരിച്ചു. വാർത്തയുടെ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം തന്നെയാണ് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ കുടുംബത്തെ അടക്കം സംശയിച്ചുകൊണ്ടാണ് ചില തൽപര കക്ഷികൾ വലിയ വ്യാപകമായി ഈ ഗോപൻ സ്വാമിയുടെ സമാധി വലിയ വിവാദമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ കുടുംബം നമ്മോട് എന്താണ് പറയുന്നത്? നീലിമ വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമാണ്. നീലിമ പറഞ്ഞതുപോലെ തന്നെ ചില തൽപര കക്ഷികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. ഇത് വലിയ വിവാദമാക്കാനും ശ്രമിച്ചിരുന്നു. ഒരു കുടുംബത്തിന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. സ്വാഭാവികമായിട്ടുള്ള മരണമാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചില മുറിവുകളുണ്ട്. പക്ഷെ അത് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ മരണകാരണമോ ആയേക്കാവുന്ന യാതൊരു തരത്തിലുള്ള മുറിവുകളുമില്ല. കുടുംബം എന്താണോ തുടക്കത്തിൽ പറഞ്ഞത് അത് ശരിവെക്കുന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ളത്. ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മകൻ രാജ്സേനൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയാനുള്ളത്? അതായത് സ്വാഭാവിക മരണം തന്നെയാണ്. നമ്മൾ എന്താണോ നമ്മൾ ആദ്യം മുതലേ അച്ഛൻ സമാധിയായി എന്നത് സത്യം തന്നെയാണെന്നാണ് ഇപ്പം ബോധ്യമായത്. എല്ലാവർക്കും അത് ബോധ്യമായിട്ടുണ്ട്. ഈ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനാണ് ഇത്തരത്തിലൊരു സമാധി വിഷയം എന്നൊക്കെ പലതരത്തിലുള്ള ആളുകൾ പറയുന്നു. അത് ഒരിക്കലുമില്ല. സമാധിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരിക്കലും നമ്മുടെ ഉപജീവന മാർഗം ഒരിക്കലും ആക്കത്തില്ല. അതായത് ഈ ക്ഷേത്രം ഭക്തി മാർഗത്തിലൂടെ പോകുന്നതാണ്. ഇത് ഭക്തി ഒരു വശം. നമ്മുടെ നിത്യ ഉപജീവനം എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ എങ്ങനെയാണോ പശു വളർത്തി നമ്മുടെ ഉപജീവനം പോയത് അതുപോലെ ആയിരിക്കും പശു വളർത്തി തന്നെയാണ് നമ്മുടെ ഉപജീവനം കൊണ്ടുപോകുന്നത്. അതല്ല സമാധിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് വരുമാനം എടുത്ത് ഉപജീവനം നടക്കാൻ ഒരിക്കലും നടക്കത്തില്ല. അത് താല്പര്യമില്ല. അത് കേന്ദ്രമന്ത്രി എന്തെങ്കിലും സഹായം നൽകാമെന്ന് പറഞ്ഞു. 2 പശുവിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പം ഉണ്ടായിരുന്ന പശു വിറ്റു. പിന്നെ അത് 2 പശുവിനെ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഈ കുടുംബത്തിന് അങ്ങനെ ഇവരുടെ കുടുംബം വലിയ രീതിയിൽ ഇപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പശുക്കളെ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവരുടെ ഉപജീവന മാർഗത്തിനായി ഇവർക്ക് പശുക്കളെ നൽകാം എന്ന് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സമാധി അതുവഴി പണം ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും കുടുംബത്തിനില്ല എന്നുള്ളതാണ്. അത് ഭക്തി മാർഗത്തിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. സമാധിയായിരുന്നു. അതിനെ വ്രണപ്പെടുത്താനുള്ളൊരു ശ്രമമാണ് ചില ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിവെക്കുന്ന തരത്തിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മുറിവുകൾ ഉണ്ടെങ്കിലും ആ മുറിവുകളിൽ രക്തസ്രാവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് മരണകാരണമോ അല്ല എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. ഇനി ആന്തരിക പരിശോധനാ ഫലം കൂടി വന്നാൽ മാത്രമേ എന്താണ് യഥാർത്ഥ കാരണം എന്ന് വ്യക്തമാക്കാനാകൂ എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ നിലവിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഇല്ല. സ്വാഭാവികമായിട്ടുള്ള മരണം തന്നെയാണ് ഗോപൻ സ്വാമിയുടേത്. അദ്ദേഹത്തിന്റെ സമാധിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മനഃപൂർവ്വം ഈ കുടുംബത്തെയൊക്കെ തന്നെ അവഹേളിക്കാനുള്ളൊരു ശ്രമമാണ് ചില തൽപര കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. നീലിമ. അതെ രശ്മി, ഗോപൻ സ്വാമിയുടെ കുടുംബത്തെ അവഹേളിക്കാനുള്ള എല്ലാവിധ നീക്കങ്ങൾക്കും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സമാധിയുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലെന്ന് ആ കുടുംബം പറഞ്ഞു വെക്കുകയാണ്. രശ്മി കാർത്തികയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേർന്നത്.